ജൂൺ 25 മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിരിക്കും. ഒരു വലിയ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതായത് തകർന്നടിഞ്ഞ കെട്ടിടത്തിന്റെ ഒക്കെ ചില ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇറാൻ ആക്രമണത്തിൽ 40,000-ലേറെ വീടുകളും ബിസിനസ്സും തകർന്നു, സഹായിക്കണം, ഫണ്ട് പിരിവുമായി ഇസ്രയേൽ. ഇതായിരുന്നു ടൈറ്റിൽ. ജൂൺ 13 ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിലെ 40,000-ലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നു എന്നും 10,600-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്നും റിപ്പോർട്ടാണ് അത് നൽകിയിരിക്കുന്നത്. ഇവരെ സഹായിക്കാൻ സംഭാവന ആവശ്യപ്പെട്ട് ഇസ്രായേലി സന്നദ്ധ സംഘടനയായിട്ടുള്ള ഓജൻ ധനസമാഹരണം തുടങ്ങി. ഇവരുടെ വെബ്സൈറ്റിലും ടൈംസ് ഓഫ് ഇസ്രായേലിൽ നൽകിയ വാർത്തയിലുമാണ് നഷ്ടത്തിന്റെ കണക്ക് ഉദ്ധരിക്കുന്നത് എന്നാണ് വാർത്ത. ജൂൺ 13 ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ. അതിന് മറുപടിയായിട്ട് ഇസ്രായേലിൽ ഉടനീളമുള്ള നഗരങ്ങളിൽ ദിവസവും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇറാനിയൻ മിസൈലുകൾ മുഴുവൻ അയൽപ്പക്കങ്ങളെയും തകർത്തു. 10,600-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 40,000-ലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നു. ഓരോന്നിനും പിന്നിൽ ഓരോ കുടുംബം സാമ്പത്തികമായി തകർന്നു വീഴുന്നു. തെരുവുകൾ തകർന്നു കിടക്കുന്നു. ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായി. കടകൾ അടഞ്ഞു കിടക്കുന്നു. ശമ്പളം ഇല്ലാതായി. വീടുകൾ വാസയോഗ്യമല്ലാതായി. വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ നേരിട്ടു. 3 ലക്ഷത്തിലധികം റിസർവ് സൈനികരെ വിളിച്ചു വരുത്തി. പലരും അവരുടെ കുടുംബങ്ങളെയും ചെറുകിട ബിസിനസ്സുകളെയും ഉപേക്ഷിച്ചാണ് സൈനിക വൃത്തിക്ക് ഇറങ്ങിയത്. ആക്രമണ ബാധിത മേഖലകളിലെ സാമ്പത്തിക ഇടപാടുകൾ സ്തംഭിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയോ പ്രതിസന്ധി നേരിടുകയോ ചെയ്യുന്നു. ഈ സംഖ്യകൾ ദിവസം തോറും കൂടുന്നു. ഭൗതിക സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ പ്രാദേശിക സർക്കാർ സംവിധാനങ്ങൾ പ്രയാസപ്പെടുന്നു എന്ന് ഇതാണ് റിപ്പോർട്ട്. തുടക്കത്തിൽ 100 മില്യൺ ഇസ്രായേൽ ഷെക്കേൽ എന്ന് പറഞ്ഞാൽ 252 കോടിയോളം ഇന്ത്യൻ രൂപ ഇത് സമാഹരിച്ച് സഹായം എത്തിക്കാനാണ് ഒജൻ ശ്രമം നടത്തുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധത്തില് കൂടുതൽ നാശനഷ്ടം നേരിട്ട വീടുകൾക്കും ചെറുകിട ബിസിനസ്സുകൾക്കും ഉടനടി സഹായം നൽകുമെന്നുമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് ഒരു ഫാക്ട് ചെക്കിംഗ് നടത്തുകയാണ് മറുനാടൻ മലയാളി. ഇസ്രായേൽ കക്ഷിയായിട്ടുള്ള എന്ത് സംഭവം ഉണ്ടായാലും കേരളത്തിൽ എന്ത് പെട്ടെന്നാണ് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത്. അതിലേറ്റവും ഒടുവിലത്തേതാണ് ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ ഇസ്രായേൽ ലോകത്തോട് തെണ്ടുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം. ഒന്നാമതായി ഇറാന്റെ ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിച്ച അത്ര പോലും വന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ തന്നെ അവർ അതിനേക്കാളേറെ ശക്തിയായി തിരിച്ചടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിച്ചു. അതിനേക്കാളേറെ ഇസ്രായേൽ തിരിച്ച് ഇറാനും കൊടുത്തു. അങ്ങോട്ടടിക്കുമ്പോൾ തിരിച്ചതിലേറെ കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണല്ലോ ഇസ്രായേലും ഇറങ്ങിത്തിരിക്കുക. തുടർച്ചയായി 1000 മിസൈൽ വന്നാൽ 2 ചിലപ്പോൾ വലയം ഭേദിച്ച് രാജ്യത്ത് പതിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ കണക്ക് കൂട്ടിയത്. എന്നാൽ തങ്ങളുടെ കണക്ക് കൂട്ടലുകളേക്കാൾ കുറഞ്ഞ പതന നിരക്കും മരണനിരക്കുമാണ് ഇസ്രായേലിൽ ഉണ്ടായത് എന്നാണ് IDFന്റെ വിലയിരുത്തലെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ യുദ്ധത്തിൽ കോടികളുടെ നഷ്ടമുണ്ടാകുമെന്ന് ഇസ്രായേലിന് അറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ കളിക്ക് നിന്നത്. ഇപ്പോൾ ഇറാനെ ആക്രമിച്ചിട്ടില്ലെങ്കിൽ ഈ കഥ പറയാൻ അടുത്ത തലമുറ പോലും ഉണ്ടാകില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനും കൂട്ടർക്കും നന്നായിട്ട് അറിയാം. $300 കോടി നഷ്ടമാണ് ഇറാൻ ആക്രമണം വഴി ഇസ്രായേലിനുണ്ടായത്. മിസൈൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിക്കുള്ള ചെലവും പ്രാദേശിക ബിസിനസ്സുകാർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടുന്ന ചെലവുകളും അടക്കമാണ് ഈ തുക. ഇറാൻ ആക്രമണത്തിൽ 9,000-ലധികം പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നതായി ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ആക്രമണത്തിൽ വീടുകളും കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട് എന്നത് നേരാണ്. മൊത്തം യുദ്ധ ചെലവ് $12 ബില്യൺ വരെയാകുമെന്നാണ് ഇസ്രായേൽ ധനകാര്യമന്ത്രി ബെസാലൽ സ്മോട്രിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്.
ധനകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലിൽ ബിസിനസ്സുകൾക്ക് നൽകപ്പെടുന്ന നഷ്ടപരിഹാരം ഏകദേശം 500 കോടി ഷെക്കലാണ്. 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥ സ്തംഭിച്ചിരുന്നു. അതേസമയം ഇസ്രായേൽ കേന്ദ്ര ബാങ്ക് ഗവർണർ യാമിർ യറോൺ വിലയിരുത്തുന്നത് $600 കോടി ചെലവാണ്. പക്ഷെ അപ്പോഴും ഓർക്കണം, ഇറാനുമായിട്ടുള്ള സംഘർഷത്തിനുള്ള ചെലവ് ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയുടെ 1% വരെ മാത്രമാണ്. അതുകൊണ്ട് ഒന്നും തകർന്നു പോകുന്ന രാജ്യമല്ല ഇസ്രായേല്. യുദ്ധാനന്തരം ഇസ്രായേൽ ഫണ്ട് നൽകുന്നതിന് ആഹ്വാനം നൽകിയിട്ടുണ്ട് എന്നത് നേരെ. അതൊരു പുതിയ കാര്യമല്ല. മുമ്പും ഓരോ യുദ്ധങ്ങളുടെ സമയത്തും യഹൂദന്മാർ ഇങ്ങനെ തുക സമാഹരിച്ചിട്ടുണ്ട്. യുദ്ധ ഫണ്ട് എന്നത് ഏകദേശം 60 വർഷത്തിലധികമായി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ്. ഓരോ ഭീകരാക്രമണത്തിന് ശേഷവും സോളിഡാരിറ്റി ഫണ്ടുകൾ, അടിയന്തര സഹായ ക്യാമ്പയിനുകൾ, ഡയസ്പോറ മാരത്തണുകൾ, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളിലൂടെ പണം ശേഖരിക്കുകയും അതിൽ നിന്നുള്ള ഭാഗം നഷ്ടപരിഹാര ഫണ്ടിലേക്ക് തിരിച്ചുവിടുകയുമാണ് ഇസ്രായേലിന്റെ രീതി. ഇത് നിയന്ത്രിക്കുന്നത് ധനകാര്യ മാനേജ്മെന്റ് സ്ഥാപനങ്ങളാണ്. 2023-24 ഗാസ യുദ്ധത്തിന് ശേഷം 25,000 മുതൽ 30,000 വരെ പേർക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷ ലഭിച്ചു. ഇതിലുപരി വീടുകളുടെ പുനർനിർമ്മാണം, ബിസിനസ്സുകളുടെ നഷ്ടപരിഹാരം എന്നിവയ്ക്ക് വേണ്ടി പ്രത്യേക വകുപ്പുകൾ വഴിയും പണം വിതരണം ചെയ്തു. ഇസ്രയേല് പോലുള്ള രാജ്യങ്ങളിൽ യുദ്ധ സാധ്യതയുള്ള മേഖലകളിൽ അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം നൽകുന്ന യുദ്ധ അപകട ഇൻഷുറൻസ് പദ്ധതികൾ നിലവിലുണ്ട്. അതിനോടൊപ്പം തന്നെ നഷ്ടപരിഹാര ഫണ്ടും ഏതാണ്ട് 60 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. അതല്ലാതെ കേരളത്തിലെ ഇസ്ലാമോ ലെഫ്റ്റ് പറയുന്നത് പോലെ ഇത് തെണ്ടിപ്പിരിവോ പാട്ടപ്പിരിവോ ബക്കറ്റ് പിരിവോ അല്ല. അത് വഴങ്ങുന്നത് പലസ്തീനാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും പിരിവെടുത്ത് കിട്ടുന്ന പണം നേതാക്കന്മാർ ടണലുകളിൽ ഇരുന്ന് സുഖലോലുപതയിൽ ജീവിക്കാനും ഖത്തറിലും ഈജിപ്തിലും ഇറാനിലും ഒക്കെ പോയി സുഖവാസ കേന്ദ്രങ്ങളിൽ പെണ്ണുങ്ങളോടൊപ്പം കുത്തഴിഞ്ഞാടാനും ഇവന്മാരുടെയൊക്കെ ഭാര്യമാർക്ക് 27 ലക്ഷത്തിന്റെ ബാഗുമായിട്ട് ടണലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്താനും പാവങ്ങൾക്ക് വേണ്ടി തെണ്ടി പിരിച്ചെടുക്കുന്ന പണം വേണം. അങ്ങനെ ഒരു പണത്തിന്റെ ആവശ്യം ഇസ്രായേൽ എന്ന രാജ്യത്തിനില്ല. കമ്പനികളുടെ CSR ഫണ്ടുകൾ, അതായത് സാമൂഹിക സുരക്ഷാ ഫണ്ടുകൾ ഉണ്ട് അവർക്ക്. അതിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന ലോകവ്യാപകമായ തീരുവ, ചുങ്കം, സെസ്സുകൾ, നികുതി, ഇതൊക്കെ ഇസ്രായേൽ ഈ ഫണ്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കേരള സർക്കാർ പെട്രോൾ സെസ് കൊണ്ട് ഉൽപ്പന്നങ്ങൾക്ക് പെൻഷൻ അടക്കമുള്ള സാമൂഹിക ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് സമാനമായ രീതി തന്നെയാണ് ഇതും പാരലൽ. തന്നെയുമല്ല, ലോകത്ത് പ്രവർത്തിക്കുന്ന യഹൂദ കൂട്ടായ്മകൾ, US യൂറോപ്യൻ കമ്പനികൾ, യഹൂദ ഉടമസ്ഥതയിലുള്ളതും ഷെയർ ഉള്ളതുമായിട്ടുള്ള കമ്പനികൾ, വിവിധ സർക്കാരുകൾ, സൗഹൃദ ബിസിനസ് രാജ്യങ്ങൾ എന്നിവയും ഇതിനുവേണ്ടി സംഭാവന ചെയ്യുന്നുണ്ട്. ഇത്തരം ഫണ്ടുകൾ സ്വരൂപിച്ച് കൈകാര്യം ചെയ്യുന്ന ഏക രാജ്യമല്ല ഇസ്രായേൽ. ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ ഇങ്ങനെ ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഇറാനും ഹമാസും ഒക്കെ ലോകമെമ്പാടു നിന്നും സാമ്പത്തിക സഹായം കിട്ടിക്കൊണ്ടാണ് അന്നും ഇന്നും എന്നും പിച്ച തെണ്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുമെന്ന് പറയുന്നത് പോലെ ഇവരുടെ കണ്ണിൽ കിടക്കുന്ന കോലെടുത്ത് കളഞ്ഞിട്ടാണ് ഇസ്രായേലിന്റെ കണ്ണിലെ കരടിനെ കുറിച്ച് ആക്ഷേപിക്കാൻ ഇവരിറങ്ങിത്തിരിക്കാൻ. ഇത് കേരളത്തിലാണ് കൂടുതൽ കുരുക്കൾ പൊട്ടിയൊലിക്കുന്നത്. വസ്തുതകൾ ആര് പറഞ്ഞാലും അത് അംഗീകരിക്കുക തന്നെ വേണം. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പച്ചയായ യുദ്ധ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നും ഇസ്രായേൽ ജനത അത്തരത്തിൽ ശമ്പളമില്ലാതെ താമസിക്കാൻ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് റീനയെ പോലെയുള്ള, അഖിലയെ പോലെയുള്ള ധാരാളം മലയാളികൾ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇപ്പോ റീന ചില വസ്തുതകൾ നമ്മളോട് പറയുന്നുണ്ടെന്ന് കേൾക്കുക. വാദം പറയാനും എല്ലാം നിങ്ങൾ അവസരം ഒരുക്കി കൊടുത്തോണ്ടിരിക്കുവല്ലേ? നിങ്ങൾ ഫ്രീഡം, അയ്യോ മതേതരം കൊടുത്തങ്ങ് ഫ്രീഡം കൊടുത്തങ്ങ് വെച്ചിരിക്കുവല്ലേ ഉമാരെ? അവന്മാർക്ക് മതേതരം എന്ന് പറയുന്നത് സ്വന്തം മതവും, ബാക്കിയുള്ളവർക്കൊക്കെ മതേതരം എന്ന് പറഞ്ഞാൽ 3 മതവും കൂടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണം. അതാണ് മതേതരം. ഇന്ത്യയുടെ മതേതരത്തിന്റെ ഒരു തിയറി എന്ന് പറയുന്നത് അതാ. അവന്മാരുടെ മതേതരം എന്ന് പറയുന്നത് സ്വന്തം മതം, നമ്മുടെ സ്വന്തം മതം വരുമ്പോഴത്തേക്ക് നമ്മൾ ഇരവാദം കരയുക, ആവശ്യത്തിലേറെ കരയുക. ഇന്ന് കേരളത്തിൽ ക്രിസ്ത്യാനിയെ നാണം കെട്ടവന്മാരെ, ഉടുപ്പ് കെട്ടവന്മാരെ, നീയൊക്കെ പള്ളിയിൽ അച്ഛന്മാരെന്ന് പറഞ്ഞ് കുറെ മാരിപ്പുണ്ട്, പാസ്റ്റർമാരെന്ന് പറഞ്ഞ് കുറെ മാരിപ്പുണ്ട്. എവിടെയൊക്കെ എന്തെല്ലാം തരത്തിൽ ആൾക്കാർ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് എത്ര ഉള്ള ക്രിസ്ത്യാനി ഇരിക്കട്ടെ, നൈജീരിയയിൽ കൊന്നൊടുക്കുക തള്ളാക്കു കുക്കുംബർ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു അച്ഛൻ എന്ന് പറയുന്നവൻ തന്റെ ക്രിസ്ത്യ ജനതയോട് ഒരു പ്രഭാഷണം കൊടുത്തുകൊണ്ട് ആ നൈജീരിയയിൽ കൊല്ലപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇറങ്ങും. നീയൊക്കെ
ഇറങ്ങത്തില്ല. നീയൊന്നും ഇറങ്ങത്തില്ല. ഇതാണ് അവരുടെ വിജയത്തിന്റെ വലിയ രഹസ്യം. കാരണം നിങ്ങളെ തന്നെ ഒറ്റുമെന്നുള്ളത് അമ്മമാർക്കറിയാം. പക്ഷെ അരി അറിഞ്ഞാൽ 1000 കാക്കിയാ. കണ്ടോ, ഷിയ ആണെങ്കിലും സുന്നി ആണെങ്കിലും നമ്മൾ തമ്മിൽ പൊട്ടിക്കും. ഷിയ സുന്നി അടിക്കും, സുന്നി ഷിയ അടിക്കും. ഇവന്മാർ തമ്മിൽ എന്ത് ചെയ്യും? അടിച്ചു ചാകും. ഷിയ സുന്നിയെയും സുന്നി ഷിയയും അടിക്കും. എന്തിനാ? ആര് ഖിലാഫിറ്റാകണം, അവന്മാരുടെ ഇടയിൽ ആര് രാജാവാകണം എന്നുള്ളതിന് വേണ്ടി അടിക്കുമാര്. പക്ഷേ തള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ കൊല്ലാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നാണെങ്കിൽ തള്ളാഹുവിന് വേണ്ടി കൊല്ലും. മനസ്സിലായോ? തള്ളാഹുവിന് വേണ്ടി നമ്മളാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യും? തള്ളാഹുവിന് വേണ്ടി ഇറങ്ങിക്കൊള്ളും. അതാണ് അവന്മാരുടെ പ്രത്യേകത. അവന്മാർ അപ്പൊ ഷിയയും സുന്നിയും നോക്കത്തില്ല, അവർ ഒരുമിച്ച് നിന്ന് അടിക്കും. തള്ളാഹു പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇരിക്കാം. പക്ഷെ നമുക്കിടയിലുള്ള ആരാണ് രാജാവെന്ന് കളിക്കണമെങ്കിൽ തമ്മിലടിക്കാം. ഇതാണ് അവരുടെ പോളിസി എന്ന് പറയുന്നത്. ഇവിടെ നൈജീരിയയിൽ കഴിഞ്ഞ ദിവസം കൂട്ടക്കൊല നടക്കുകയാണ്. വെടിവെച്ച് കഴിഞ്ഞ ദിവസം എന്റെ ലൈവിൽ വന്നിട്ട് ഒരുത്തും അത് ഞാൻ നൈജീരിയയിലെ കൂട്ടക്കൊലയെ കുറിച്ച് ഞാൻ വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ഒരു സുഡാപ്പി, കേരളത്തിലെ സുഡാപ്പി മുഹമ്മദ് സുഹൈൽ എന്ന് പറയുന്നവൻ, അവൻ വന്നിട്ട് പറയുകയാണ്, ഓ കേരളത്തിലെ പലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇസ്രായേൽ കൊല്ലുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ലാന്ന് നിസ്സാരപ്പെടുത്തി പറയുക. ഭീകരവാദികൾ തലാഖ് കുക്കും പറഞ്ഞ് വെച്ചിട്ട് തല എണ്ണി വെടിവെച്ച് കൊല്ലുന്ന വീഡിയോ പകർത്തി അവർ കാണിച്ചു കൊടുത്തപ്പോഴും അവൻ പറയുന്ന ഡയലോഗ് എന്താണെന്നറിയാമോ? എന്തുവാ അവൻ പറയുകയാണ്? ഓ ഇതൊന്നും വലിയ. അപ്പം അത്രത്തോളം ഭീകരവാദം തലയ്ക്കകത്ത് മൂത്ത് കിടക്കുന്ന കേരളത്തിലെ സുഡാപ്പികളാ നമുക്ക് ചുറ്റും ഇരിക്കുന്ന. നിങ്ങൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സുഡാപ്പി ആരാണ്. ഹിറ്റ് ലിസ്റ്റിൽ ഇന്നലെ 977 പേരുടെ പേരുകളാണ് കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഹിറ്റ് ലിസ്റ്റിൽ വന്നത്. എന്റെ പേരുണ്ട്, എന്റെ പേരും കൂടി ഉണ്ട് അതിനകത്ത്. അറിയാമോ നിങ്ങൾക്ക്? അപ്പോൾ ഇതിനകത്ത് 977 ഹിറ്റ് ലിസ്റ്റുകളിൽ പേര് വന്നിട്ടുണ്ട്. അവന്മാർ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത് വെച്ചവരുടെ പേരുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഏത് നേരവും എഴുന്നേറ്റ് വരും. അതിപ്പോ സ്ലീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഏത് നേരവും ഉണർന്ന് പ്രവർത്തിക്കും. ഇവരുടെ സ്വഭാവം ഇവരെ വിട്ടു പോകത്തില്ല. കാരണം ഇവരുടെ കയ്യിലിരിക്കുന്ന പുസ്തകമാണ് അതിന്റെ പിന്നിലെ പ്രത്യേകത. ഇവരുടെ പുസ്തകം ഇവരുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഇതുവരെ വിട്ടു പോകത്തില്ല. അതുകൊണ്ട് നിങ്ങളാ ജാഗരിക്കേണ്ടത്. നിങ്ങളോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരും ജനമേ? നിങ്ങളോട് എങ്ങനെ? എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്കും അറിയാം, എന്നെ സംരക്ഷിക്കാൻ ഇസ്രായേലിലെ ജനതയ്ക്കും അറിയാം. പക്ഷെ നിങ്ങളെ ആര് പ്രൊട്ടക്ട് ചെയ്യും? നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റുള്ളൂ. നിങ്ങളുടെ പുരോഹിതം വരത്തില്ല, നിങ്ങളുടെ പാസ്റ്റർ വരത്തില്ല. ഇവന്മാർ കണ്ടം വഴി ഓടും. വേണമെങ്കിൽ പോരാത്തതിന് ഇവന്മാര് പോയിട്ട് ഇപ്പോഴേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇവന്മാര് കലിമ ചൊല്ലിക്കും. ജനമേ നിങ്ങളെ കൊണ്ട് ഇവന്മാർ കലിമ ചൊല്ലിക്കും. ആ തരത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ കലിമ ചൊല്ലി അവനോടൊപ്പം ചേരുന്നവന് ജീവൻ തിരിച്ചു കിട്ടും. അവന്റെ കലിമ പറയാത്തവന്റെ ജീവൻ ഇവൻ എടുക്കുമെന്ന് ഞാൻ പലവട്ടവും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ ഇല്ലയോ? അതുപോലെ സംഭവിച്ചില്ലേ? പകൽക്കാവിൽ എന്താ നടന്നത്? ഇവന്മാർ വന്ന് കലിമ ചൊല്ലിപ്പിച്ചു. ഒരു ഹിന്ദു ആയിരുന്ന മനുഷ്യൻ, അയാൾ ഉറുദിൽ മാസ്റ്റർ എടുത്തുകൊണ്ട്, അയാൾ പ്രൊഫസർ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു കലിമ പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കലിമ പറഞ്ഞു. ഭാര്യ ദൂരം വായിച്ചു കളഞ്ഞിട്ട് ഭാര്യയും കൂടെ ഇരുന്ന് മുസ്ലിം സ്ത്രീയെ പോലെ വേഷം കെട്ടി അവിടെ നിന്ന് അഭിനയിച്ചു. അങ്ങനെ കലിമ പറഞ്ഞ് തള്ളാഹുവിന്റെ കലിമ പറഞ്ഞ് രക്ഷപ്പെട്ടു പോയ ഹിന്ദു. ഇതല്ലേ ഞാനും പല വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനമേ നിങ്ങളോട്? ഇതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇവന്മാർ കലിമ ചൊല്ലിപ്പിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ പുരോഹിതൻ എന്ന് പറയുന്നവൻ നാളെ നിങ്ങളെ ഒറ്റക്കൊടുത്തുകൊണ്ട് കലിമ ചൊല്ലും. കാരണം അവൻ ശീകണ്ഠി. അവർ തിരിഞ്ഞ് പ്രതികരിക്കാനുള്ള കഴിവില്ല. തിരിച്ചു പ്രതികരിക്കാനുള്ള കഴിവ് നിങ്ങളുടെ പുരോഹിതനില്ല. അവൻ ശീകണ്ഠിയായിരിക്കുകയാണ്. ആ സമയത്ത് അവൻ എങ്ങനെ നട്ടൽ വരും? നട്ടൽ എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് കേൾക്കുന്നതോ ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുന്നതോ അല്ല. ഒരാളെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന ശക്തി ഉണ്ടാകുന്ന ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്നതല്ല. അവന്റെ ജീവിതത്തിൽ അവൻ പ്രതിരോധിക്കാൻ കഴിവുകെട്ടവനായി, അവൻ പരിശീലനം ലഭിക്കാത്തവനായിരുന്നു കഴിഞ്ഞാൽ അവൻ പേടിച്ച് മൂത്രം വരെ കാലിനിടയിൽ ഒഴിക്കും. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങളെ കൊണ്ടു നടക്കുന്ന പാസ്റ്റർമാര്, നിങ്ങളുടെ പുരോഹിതന്മാരും പാസ്റ്റർമാരും നിങ്ങളെ കച്ചവടച്ചിരക്കാക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് പ്രിയ സഹോദരങ്ങൾ? അവന്മാർക്ക് വേണ്ടത് നിങ്ങളെ ആത്മീയത എന്ന പേരിൽ കൊണ്ടു നടന്ന് നിങ്ങളുടെ പണം പറ്റിച്ച് നിങ്ങളുടെ പണത്തിൽ ജീവിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ അവന്മാർക്കുള്ളൂ. അല്ലാതെ നിങ്ങളെ ഒരു ഉരുക്ക് വനിതയാക്കിയോ ഒരു ഉരുക്ക് പുരുഷനാക്കിയോ ഒരു പ്രതിരോധ ശക്തി പോലും ഇല്ലാത്തവരാക്കി നിങ്ങളെ മാറ്റി നിങ്ങളുടെ ഉള്ള പ്രതിരോധം പോലും കുറയ്ക്കുകയുമാര്. നിങ്ങൾക്കുണ്ടായിരുന്ന, നിങ്ങളെ പ്രസവിച്ചിട്ടപ്പോൾ നിങ്ങൾ ജനിച്ച ഒരു സാമൂഹ്യ ഭദ്രതയിൽ, ഒരു സാമൂഹ്യ സ്ഥിതിയിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും കഴിവുള്ളവരായിരുന്നു. നിങ്ങൾ അല്പമെങ്കിലും പ്രതികരണ ശേഷിയുള്ളവരായിരുന്നു. അല്പമെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു പ്രതികരിക്കാനുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ സ്വായത്തമായി കിട്ടിയ സ്വഭാവ ഗുണങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിവുള്ളവരായിരുന്നു. പക്ഷേ അങ്ങനെയുള്ളവർ കുറെ പേര് പോയി ഈ ആത്മീയ ഗുരുക്കന്മാരുടെ മുന്നിൽ പോയി നിന്നു കൊടുത്തു. നിങ്ങൾ അങ്ങനെ ഈ ആത്മീയ ഗുരുക്കന്മാർ നിങ്ങളെ ചൂഷണം ചെയ്ത് നിങ്ങൾ ഇസ്രായേലിൽ ഇവര് പറയുന്നത് പോലെയുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇസ്രായേലിൽ നിന്ന് ഒരുപാട് ആളുകൾ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഒരു യുവാവിന്റെ വീഡിയോ ആണ് കേട്ടോ. നമസ്കാരം. ഒരു യുദ്ധ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇസ്രായേലിലെ ഏറ്റവും കൂടുതൽ ബോംബുകൾ വന്നു വീഴുന്നു എന്ന് മലയാള മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ടെലവീവിലാണ്. ടെലവീവിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ നമുക്ക് മനസ്സിലാകും, ഒരു ഓപ്പൺ ഏരിയയാണ്. ഇവിടെ അവിടുത്തെ ഇന്ത്യൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകളെല്ലാവരും ബോംബ് ഷെൽട്ടറുകൾക്കുള്ളിലാണെന്നാണ്. ആളുകളുടെ കാര്യം പോട്ടെ, ഇവിടുത്തെ പ്രധാനമന്ത്രി നെതന്യാഹു ബോംബ് ഷെൽട്ടറിനകത്താണ്. അതുപോലെ തന്നെ അദ്ദേഹം രാജ്യം വിട്ട് ഗ്രീസിൽ അഭയം തേടി. ഇങ്ങനെയുള്ള കുറെ നട്ടാൽ മുളയ്ക്കാത്ത നുണകളാണ് ഇപ്പോൾ
ഈ ഫാൻസുകാരെ, അതുപോലെ ഇറാന്റെ ഫാൻസുകാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മലയാള മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മീഡിയ വൺ ഉൾപ്പെടുന്ന മാധ്യമങ്ങൾ അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ പിന്നിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നാഷണൽ എമർജൻസിയാണ്. എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങളുണ്ട്. പക്ഷേ അത് നമ്മുടെ രാജ്യത്ത് ആ കൊറോണയുടെ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഓടിച്ചിട്ട് പിടിച്ച് ക്ലിപ്പിട്ട് കൊണ്ടുപോവുക, അതുപോലെ തന്നെ ഏത്തം പിടിപ്പിക്കുക, പോലീസിൻ്റെ ലാത്തി ചാർജുകൾ, ഇങ്ങനെയുള്ള അപരിഷ്കൃതമായ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ രീതി അങ്ങനെയല്ല. ഇവിടെ ആളുകൾ സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നു. പിന്നെ ഈ മിസൈലുകൾ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മിസൈലുകൾ വരുന്നതിന് കുറേ നേരം മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇറാനിൽ നിന്ന് മിസൈൽ അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ആ സെക്കൻഡിൽ തന്നെ നമുക്ക് മെസ്സേജ് വരും. പിന്നെ നമുക്ക് ഇവിടുന്ന് നമ്മളുടെ സുരക്ഷിതമായ ഏരിയയിലേക്ക് നമുക്ക് മാറാം. അത് ചിലപ്പോൾ ബോംബ് ഷെൽട്ടറുകൾ അത് എല്ലാ കെട്ടിടങ്ങൾക്കും തന്നെ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ താമസിക്കുന്നത് ഒരു പഴയ ബിൽഡിങ്ങിലാണ്. ആ കെട്ടിടത്തിൽ ബോംബ് ഷെൽട്ടർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഒരു 5 മിനിറ്റോളം യാത്ര ചെയ്ത് വേണം ബോംബ് ഷെൽട്ടർ എത്താൻ വേണ്ടിയിട്ട്. ആളുകൾക്ക് എല്ലാവർക്കും സേഫായിട്ട് സുരക്ഷിതമായി ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഈ രാജ്യം നൽകുന്നുണ്ട്. ചിലരൊക്കെ തെമ്മാടി രാജ്യം എന്ന് പറയുന്ന ആ തെമ്മാടികൾ തന്നെ ഈ രാജ്യത്തെ കണ്ടുപിടിക്കേണ്ടതാണ്. ഒരു പൗരന് എങ്ങനെയാണ് സുരക്ഷിതത്വം നൽകേണ്ടതെന്നുള്ളതിന്റെ വ്യക്തമായ പാഠങ്ങൾ അത് പഠിക്കണം. 4 ചുറ്റിൽ നിന്നും ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ മാത്രമാണ് ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ആ സംഘർഷം ഉണ്ടായിരിക്കുന്നത് തന്നെ. ഒക്ടോബർ 7 ആർക്കും മറക്കാൻ പറ്റത്തില്ല. ഹമാസിന്റെ ഫാൻസുകാർക്ക് അത് ഭയങ്കര ആവേശത്തോടെ അവർ ഓർക്കുന്നുണ്ടെങ്കിലും ഹമാസിനെ തന്നെ ഭൂപടത്തിൽ നിന്ന് ആക്കാൻ കാരണമായ ആ സംഭവം നടന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ഇറാനുമായിട്ടുള്ള വിഷയത്തിന് കാരണം. ഇറാനുമായിട്ട് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇറാന്റെ തന്നെ പ്രോക്സികളായിട്ടുള്ള ഹമാസ്, അതുപോലെ ഹിസ്ബുള്ള, ഹൂത്തികൾക്ക് അണ്വായുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന, അണ്വായുധങ്ങൾ നിർമ്മിച്ച ഹൂത്തികളുടെ കയ്യിലേക്ക്, അതും ഭൂഖണ്ഡാന്തര മിസൈലുകളിൽ രൂപപ്പെടുത്തിയേക്കുന്ന അണ്വായുധങ്ങൾ ഹൂത്തികൾക്ക് കൈമാറാനുള്ള സാധ്യത മൊസാദ് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കാരണം ഇറാൻ പോലുള്ള ഒരു തീവ്രവാദികളെ വളർത്തുന്ന ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് ഈ ഇറാൻ ഇസ്ലാമിക ലോകത്തിന് തന്നെ ശത്രുതയാണ് ഉണ്ടാക്കുന്നത്. ഇസ്ലാമിക ലോകത്തിന്റെ തന്നെ നിലനിൽപ്പിന് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതിഭീകരമായ അപകടകാരിയാണ്. കാരണം ഈ ഇറാന്റെ തന്നെ പ്രോക്സികളായ ഹൂത്തികളാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യത്തിന് എന്നും തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാജ്യത്തെ കൺട്രോൾ ചെയ്യേണ്ടത് അത് തീവ്രവാദത്തിനെതിരെ എന്നും നിലനിൽക്കുന്ന ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം ഇവരുടെ കയ്യിൽ അണ്വായുധം എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഭാവിയിൽ അത് ഭീഷണി തന്നെയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ ഇസ്രായേൽ ഈ ന്യൂക്ലിയർ സ്റ്റേഷനുകൾ ആക്രമിച്ച് ഇല്ലാതാക്കിയത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മീഡിയകൾ, പ്രത്യേകിച്ച് മീഡിയ ഞാൻ പറഞ്ഞു, ഇവരൊക്കെ ആഘോഷിക്കുകയാണ്. ഞാൻ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴൊക്കെ കാണുന്നുണ്ട്. അവർ ഇവിടെ വന്ന വീണ 3-4 മിസൈലുകളുടെ കണക്കും പറഞ്ഞുകൊണ്ടാണ് അവരവിടെ അർമാദിക്കുന്നത്. പക്ഷേ എന്താണ് ശരിക്കും എന്നുള്ളത്, ഇവിടെ മിസൈൽ വർഷമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ അതിന് വീഡിയോ ഇട്ടിരുന്നു. ഒരു മിസൈൽ വന്ന് വീഴുന്നതിന് ഇട്ടിരുന്നു. കാര്യമൊക്കെ ശരിയാണ്. അപ്പോൾ 100 കണക്കിന് മിസൈലുകൾ ഒന്നിച്ചയക്കുമ്പോൾ അതിൻ്റെ അകത്ത് 1-2 എണ്ണം മാത്രമാണ് താഴേക്ക് വീഴുന്നത്. ബാക്കിയെല്ലാം ആകാശത്ത് നിന്നുകൊണ്ട് നക്ഷത്രങ്ങൾ കണക്കിന് മിന്നിത്തിളങ്ങി അല്ലെങ്കിൽ തീപ്പന്തം പോലെ ജ്വലിച്ച് താഴോട്ട് ഇറങ്ങുന്നത് കാണുമ്പോഴേക്കും ഫാൻസുകാർ ആവേശം കൊണ്ട് കൈയടിക്കുവാണ്, അയ്യോ ഇതെല്ലാം മിസൈലുകളാണ്. പക്ഷേ ആക്ച്വലി അത് അങ്ങനെയല്ല. ഇവിടെ നിന്ന് അവിടെ നിന്ന് ഒരു മിസൈൽ ലോഞ്ച് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും അത് ജനവാസ മേഖലയിലേക്ക് ആണോ എന്ന് ഡിറ്റക്ട് ചെയ്ത് അത് തിരിച്ചറിഞ്ഞ് ഇവിടെ നിന്നും നമ്മുടെ അയൺ ഡോം അയക്കുന്ന മിസൈൽ ചെന്ന് അതിനെ തകർത്ത് കഴിയുമ്പോൾ ആ മിസൈൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന തീനാളങ്ങളാണ് താഴേക്ക് കത്തിയെറിഞ്ഞിറങ്ങുന്നത്. അത് നശിപ്പിക്കപ്പെട്ട സാധനങ്ങളാണ് താഴോട്ട് വരുന്നത്. അതിന്റെ ഇതിൽ പെടാത്ത 1-2 എണ്ണങ്ങൾ താഴെ ഏതെങ്കിലും ബിൽഡിങ്ങിൽ പതിക്കുന്നു. അങ്ങനെയാണ് ഇതുവരെ ഏകദേശം 9 അല്ലെങ്കിൽ 10ഓളം മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിലും ശ്രദ്ധിക്കേണ്ട കാര്യം, മുസ്ലിം വംശജരായ, അറബ് വംശജരായ ഒരു കുടുംബമാണ് അതിൻ്റെ അകത്ത് മരിച്ചു പോയിരിക്കുന്നത്. അതും ഇറാൻ അയച്ചിരിക്കുന്നത് ഹൈഫയിലെ ഈ പറയുന്ന അറബ് വംശജരായ ആളുകൾ താമസിക്കുന്ന ഏരിയയിലേക്കാണ് ഈ മിസൈലുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ തന്നെ ഈ ഇറാൻ തന്നെ അയച്ചിരിക്കുന്നത് കൊണ്ട് ഇവരുടെ തന്നെ മതവിഭാഗത്തിൽപ്പെട്ട ഇസ്രായേൽ പൗരന്മാരായ ആളുകൾക്കാണ് ജീവഹാനി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ അവരയച്ച മിസൈൽ ഏറ്റിട്ട് ഒരു കുട്ടിക്കും അപകടം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ ഡിസംബറിലാണെന്ന് തോന്നുന്നു. ജെറുസലേമിൽ ഒരു മിസൈൽ പതിച്ചിട്ട് അത് മുസ്ലിം അതിൽപ്പെട്ട ഒരു കുട്ടിക്കാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇവർക്ക് പൗരന്മാർക്ക് എല്ലാവർക്കും ഇസ്രായേൽ തുല്യ പരിഗണന തന്നെയാണ് നൽകുന്നത്. പക്ഷേ ഇവരോട് കറക്റ്റായിട്ട് നിങ്ങൾ ഷെൽട്ടറുകളിലോട്ട് മാറാൻ ഈ സൈറൻ മെസ്സേജ് വരുമ്പോൾ അവർ മാറാത്തതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഇങ്ങനെ ആളുകൾ മരണപ്പെടുന്നതിന്റെ ഒരു സാഹചര്യം അതാണ്. ഈ കെട്ടിടങ്ങൾക്ക് 2 നാശനഷ്ടം ഉണ്ടാകുന്നതൊന്നും അന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു പൗരന്റെ ജീവൻ അപകടത്തിൽ സംഭവിച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് ക്ഷമിക്കത്തില്ല. അത്രമാത്രം ഒരു പൗരന് വേണ്ടിയിട്ട് അവർ എന്ത് കോംപ്രമൈസിനും പോകും, അവർ ഏത് അറ്റം വരെ വേണമെങ്കിലും അവർ യുദ്ധത്തിന് പോകും. അതാണ് ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഇസ്രായേൽ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ചെറിയ ഫോട്ടോയും വീഡിയോഗ്രാഫികളും എല്ലാം പുറത്തോട്ട് വരും. പക്ഷേ ഇറാനിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ചിത്രങ്ങൾ വളരെ കുറച്ച് മാത്രമേ പുറത്തു വരുന്നുള്ളൂ. ഇപ്പോൾ തന്നെ അവരുടെ തന്നെ ഒരു ഡസനോളം സൈനിക മേധാവികളാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ ഈ ബോംബ് നിർമ്മിക്കുന്ന, അണ്വായുധങ്ങൾ നിർമ്മിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ 100 കണക്കിനാണ് കൊല്ലപ്പെട്ടേക്കുന്നത്. അതുപോലെ ഏകദേശം ഒരു 300ഓളം അടക്കം ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടു. ഇപ്പോൾ ലോകത്ത് തന്നെ 2 ബോയിങ് വിമാനങ്ങൾ 747 എൻ്റെ ഓർമ്മയിൽ അത് കിട്ടുന്നില്ല. ആ ടൈപ്പ് വിമാനം എന്ന് പറയുന്ന 2 അതിലൊന്ന് കുറച്ച് നേരം മുമ്പ് ഈ IDF ആക്രമണത്തിൽ തകർന്നു കഴിഞ്ഞു.
അപ്പോൾ അതുപോലെ ഇപ്പോൾ ടെഹ്റാനിലൊക്കെ ജനങ്ങൾ ഓടുകയാണ് ഭക്ഷണം സാധനങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കിടന്നുകൊണ്ട് ആളുകൾ ഓടുകയാണ്. പക്ഷേ അതൊന്നും ആർക്കും വിഷയമില്ല അവിടെ നടക്കുന്നത്. പക്ഷേ ജനവാസ മേഖലകളെ ഒഴിവാക്കിയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇറാൻ ചെയ്യുന്നത് അങ്ങനെയല്ല, നേരെ ജനവാസ മേഖലകളിലേക്കാണ് മിസൈൽ അയക്കുന്നത്. അപ്പോൾ ഏത് രാജ്യമാണ് തെമ്മാടി രാജ്യമെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി തന്നെ. അവിടെ നിന്നിട്ട് അവിടെയുള്ള പരിരക്ഷ അനുഭവിക്കുന്ന സുരക്ഷിതരായി ജീവിക്കുന്ന ആളുകൾക്ക് ആ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുണ്ട്. അവരുടെ സത്യസന്ധമായ പ്രതികരണമാണിത്. നന്ദി.